ഹലോ ഫ്രണ്ട്സ്, ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയും കാൽക്കുലേഷൻ ഓഫ് HCFൽ അതിൻ്റെ ആപ്ലിക്കേഷനുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പിലെ പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഒരു എക്സാമ്പിളാണ്. ഷോ ദാറ്റ് എവറി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q ആൻഡ് ദാറ്റ് എവറി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q + 1 വെർ q ഈസ് സം ഇൻറ്റീജർ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഈവൻ ഇൻറ്റീജേഴ്സ് എല്ലാം 2q ഫോമിലും ആയിരിക്കും, ഓഡ് ഇൻറ്റീജേഴ്സ് എല്ലാം 2q + 1 ഫോമിലും ആയിരിക്കും. നമുക്കത് പ്രൂവ് ചെയ്യണം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ആപ്ലിക്കേഷനകത്ത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയുടെ ഒരു ആപ്ലിക്കേഷനാണ് ഡിവിസിബിലിറ്റി ഓഫ് ഇൻറ്റീജേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ കാറ്റഗറി പെടുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. ഇതിലിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2q എന്നും 2q + 1 എന്നുമാണ്. അപ്പോൾ നമ്മുടെ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയുടെ ഫോം ആയിരുന്നു A = BQ + 1. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ A is equal to, let A be an integer and ബിയുടെ വാല്യൂ നമ്മൾ 2 എന്ന് എടുക്കും, കാരണം നമുക്കിവിടെ 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ let A be an integer and B is equal to 2. അപ്പോൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയുടെ ഫോം അനുസരിച്ച് നമുക്കിത് എഴുതാൻ പറ്റുന്നത് A is equal to 2q + r എന്നാണ് എഴുതാൻ പറ്റുന്നത്. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയിലെ ഒരു കണ്ടീഷനായിരുന്നു വാല്യൂ ഓഫ് r എപ്പോഴും r ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ b എന്നായിരുന്നു. വെച്ചാൽ ഡിവൈസറിനേക്കാളും എപ്പോഴും കുറവായിരിക്കണം റിമൈൻഡറിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ B2 എടുത്തപ്പോൾ ആറിൻ്റെ വാല്യൂ 2വിനേക്കാളും ചെറുതുമായിരിക്കണം, അതുപോലെ 0യെക്കാട്ടിലും വലുതുമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആറിൻ്റെ വാല്യൂസിന് 2 പോസിബിലിറ്റി ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ അതനുസരിച്ച് ഈ എയുടെ വാല്യൂസ് വരുന്നത് A = 2q, r 0 ആകുമ്പോൾ 2q, ഓർ ഇനി r 1 ആയിരിക്കുമ്പോൾ A = 2q + 1. ഈ 2 പോസിബിലിറ്റിയാണ് എയുടെ വാല്യൂസിന് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം 2qഉം 2q + 1ൽ ഏത് നമ്പറിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈവൻ ഇൻറ്റീജറായിട്ട് മാറും. അപ്പോൾ 2q അതുകൊണ്ട് ഈവൻ ഇൻറ്റീജറും ആയിരിക്കും. പിന്നെ ഈവൻ ഇൻറ്റീജറുടെ കൂടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഓഡ് ഇൻറ്റീജർ ആയിരിക്കും. അതായത് ഇപ്പോൾ ഈവൻ ഇൻറ്റീജർ 4 ആണ്, 4യുടെ നമ്മൾ +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5, ഒരു ഓഡ് ഇൻറ്റീജറാണ് കിട്ടുക. അപ്പോൾ ഇവിടെയും ഈ ഈവൻ ഇൻറ്റീജറായ 2qയുടെ കൂടെ നമ്മൾ +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. 2q എന്നുള്ളത് ഒരു ഈവൻ ഇൻറ്റീജറും ആയിരിക്കും, 2q + 1 എന്നുള്ളത് ഒരു ഓഡ് ഇൻറ്റീജറും ആയിരിക്കും. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് HCF ഓഫ് 135 ആൻഡ് 225. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം അല്ലെങ്കിൽ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് HCF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 225ലും 135ലും 135 ആണ് ചെറിയ നമ്പർ. അപ്പോൾ നമ്മൾ 225നെ 135 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ അത് നമുക്ക് 135 വരുമ്പോൾ നമുക്കിവിടെ കോഷ്യൻ്റ് 1 കിട്ടി, റിമൈൻഡർ 90 കിട്ടി. അപ്പോൾ 0 കിട്ടിയിട്ടില്ല, 0 അല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ 135 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നത് കോഷ്യൻ്റ് 1ഉം റിമൈൻഡർ 45 ആണ്. ഇനി നോൺ സീറോ വാല്യൂ ആണ് റിമൈൻഡർ. അപ്പോൾ വീണ്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യും. 90യെ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കവിടെ 290 0. ഇപ്പോൾ ഫൈനലി നമുക്കിവിടെ റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ ആ സമയത്തെ ഡിവൈസർ എന്താ, 45 ആണ്. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെയും HCF എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു A = BQ + R ഫോമിലൊന്ന് റീപ്രസെൻറ്റ് ചെയ്യണം ഈ ഓരോ സ്റ്റെപ്പിന്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് എഴുതാം 225 = 135 × 1 + 90. ഇനി സെക്കൻഡ് സ്റ്റെപ്പിന് നമുക്ക് എഴുതാം
135 is equal to 90 into 1 plus 45. ഈ തേർഡ് സ്റ്റെപ്പിനെ നമുക്ക് എഴുതാം 90 is equal to 45 into 2 plus 0. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടിയോണ്ട് ആ ടൈമിലെ ഡിവൈസറായ 45നെ നമുക്ക് HCF ആയിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് HCF റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള 3 പാർട്സും നമ്മൾ ചെയ്യേണ്ടത് ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ എക്സസൈസിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1 or 6q plus 3 or 6q plus 5. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓഡ് ഇൻറ്റിജറിൻ്റെ ഫോം 6q plus 1, 6q plus 3, 6q plus 5 ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 6q, ഇവിടെ 6q, അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി നമുക്ക് ബിയുടെ വാല്യൂ 6 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെറ്റ് എ ബി ആൻ ഇൻറ്റിജർ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6. ബിയുടെ വാല്യൂ നമ്മൾ 6 എടുക്കും. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആറിൻ്റെ കണ്ടീഷനാണ് ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ ബി. ഇവിടെ ബി എന്താ? 6 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എപ്പോഴും 6-നേക്കാളും കുറവായിരിക്കണം. അപ്പോൾ ആറിൻ്റെ പോസിബിൾ വാല്യൂസ് ആണ് 0, 1, 2, 3, 4, 5. ഇത്രയാണ് ആറിൻ്റെ പോസിബിൾ വാല്യൂസ്. അപ്പോൾ അതനുസരിച്ചിട്ട് എയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും 6q പ്ലസ് 0, അതായത് 6q, ഓർ 6q പ്ലസ് ആർ 1 ആകുമ്പോൾ 1, 6q പ്ലസ് 2, 6q പ്ലസ് 3, 6q പ്ലസ് 4 ആൻഡ് 6q പ്ലസ് ഓർ 6q പ്ലസ് 5. ഇത്രയാണ് ആറിൻ്റെ പോസിബിൾ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഓരോ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ 6qവും 6q പ്ലസ് 2ഉം 6q പ്ലസ് 4ഉം ഈവൻ ഇൻറ്റിജേഴ്സാണ്. കാരണം എന്താ? 6qനെ നമുക്ക് എഴുതാം 2 into 3q എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 6q പ്ലസ് 2വിനെ നമുക്ക് എഴുതാൻ പറ്റും 2 into 3q പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 6q പ്ലസ് 4നെ നമുക്ക് 2 into 3q പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ 6q ആയാലും 6q പ്ലസ് 2 ആയാലും 6q പ്ലസ് 4 ആയാലും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എപ്പോഴും ഈവൻ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 6q പ്ലസ് 2, 6q പ്ലസ് 4 അഥവാ ഈവൻ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ബാക്കി 3 നമ്പേഴ്സായ 6q പ്ലസ് 1ഉം 6q പ്ലസ് 3ഉം 6q പ്ലസ് 5ഉം ഓഡ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് therefore 6q plus 1 or 6q plus 3 or 6q plus 5 are odd integers. ഇങ്ങനെയാണ് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. അപ്പം 6q പ്ലസ് 2ഉം 6q പ്ലസ് 4ഉം ഈവൻ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ടാണ് ബാക്കി 3 നമ്പേഴ്സും നമുക്ക് ഓഡ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻ ആർമി കണ്ടിൻജൻറ്റ് ഓഫ് 616 members is to march behind an army band of 28 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 616 മെമ്പേഴ്സ് ഉള്ള ഒരു ആർമിയും ഉണ്ട്, ഒരു ആർമി ബാൻഡും ഉണ്ട്, അതുപോലെ 28 മെമ്പേഴ്സ് ഉള്ള വേറൊരു ആർമി ബാൻഡും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പരേഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലായിരിക്കും അവർ അറേഞ്ച് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലൊന്നും പറ്റത്തില്ല. ഒരേ നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ ഒരേ നമ്പർ ഓഫ് റോസ് അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ 616 മെമ്പേഴ്സിനെയും 28 മെമ്പേഴ്സിനെയും നമ്മൾ സെയിം നമ്പർ ഓഫ് കോളംസിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ നമ്പർ ഓഫ് കോളംസ് എന്ന് വെച്ചാൽ മാക്സിമം ആയിരിക്കണം. അതായത് 616നെയും 28നെയും ഒരേ നമ്പർ ഓഫ് കോളംസ് അറേഞ്ച് ചെയ്യണം. വെച്ചാൽ ആ നമ്പർ രണ്ടിലും കോമണും ആയിരിക്കണം, പിന്നെ മാക്സിമമും ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ?
ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കണം അല്ലേ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ HCF കണ്ടുപിടിക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് കിട്ടുകയും ചെയ്യും, വിച്ച് ആർ ഈക്വൽ. അപ്പോൾ രണ്ടും ഈക്വലും ആയിരിക്കണം, മാക്സിമം നമ്പർ ഓഫ് കോളംസും ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 616ൻ്റെയും 28ൻ്റെയും HCF ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 616 ചെറിയ നമ്പറായ 28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കോഷ്യൻ 22ഉം റിമൈൻഡർ എന്തായാലും നമുക്ക് 0 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ 616 നമുക്ക് എഴുതാൻ പറ്റും 28 × 22 + 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 കിട്ടിയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ സമയത്തുള്ള ഡിവൈസ് അതായത് 28നെ തന്നെ നമുക്ക് HCF ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ ബി അറേഞ്ച്ഡ് അത് 28 ആണ്. ഇങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലമാണ് യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 3m ഓർ 3m + 1 ഫോർ സം ഇൻറ്റീജർ m. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 3m 3m + 1 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ 3 ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ലെറ്റ് a be an integer and b is equal to 3. അപ്പോൾ നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് a is equal to 3q + r where r is greater than or equal to 0 and less than 3. So possible values of r are 0, 1 or 2. അപ്പോൾ എയുടെ പോസിബിൾ വാല്യൂസ് ആകും 3q + 1, 3q + 2. ഇതായിരിക്കും എയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 പോസിബിൾ വാല്യൂസ് ആകുമ്പോൾ നമുക്ക് ഈ 3 വാല്യൂസിൻ്റെയും സ്ക്വയർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ a = 3q എടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3q the whole square. അപ്പോൾ 3q the whole square ആകുമ്പോൾ 3യുടെ സ്ക്വയർ 9q², 3a² is equal to 9q². ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 3m അല്ലെങ്കിൽ 3m + 1 ഈ ഫോമിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് 3m ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 9q² നമുക്ക് 3 × 3q² എന്ന് എടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ ഏത് ഫോമിലായി? 3m ഫോമിലായി. പക്ഷേ ഈ 3q² നമ്മൾ m ആയിട്ട് കൺസിഡർ ചെയ്യണം. വേർ m ഈസ് ഈക്വൽ ടു 3q². അപ്പോൾ 3qൻ്റെ സ്ക്വയർ നമുക്ക് 3m ഫോമിൽ കിട്ടി. ഇനി സെക്കൻഡ് വാല്യൂ ആയ 3q + n നമുക്ക് നോക്കാം. 3q + 1 the whole square. ഇതിപ്പോൾ a + b the whole square ഫോമിലാകുമ്പോൾ a², അതായത് 3q the whole square + 2 × ab, 2 × 3q × 1 + 1². അപ്പോൾ 3q the whole square ആകും 9q² + 3 × 2 6q + 1 ഇങ്ങനെ കിട്ടും. ഇതിൽ ഈ രണ്ട് ടേംസിലും 3 കോമൺ ആണ്. അപ്പോൾ നമ്മളതിനെ 3 നമ്മൾ തന്നെ വെളിയിലെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 3q² എന്നും കിട്ടും. 6qനെ 3 × 2q ആയതുകൊണ്ട് ഇവിടെ 2qവും വരും +1. ഈ 1 അതുപോലെ നമ്മളിവിടെ എഴുതും. അപ്പോൾ ഇതിനെ നമുക്ക് 3m + 1 എന്ന് എഴുതാം. വെയർ m ഈസ് ഈക്വൽ ടു 3q² + 2q. കണ്ടില്ലേ, ഈ നമുക്ക് കിട്ടിയത് 9q² + 6q + 1 എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത് 3m + 1 ഫോമുല അല്ലെങ്കിൽ 3m ആ ഫോമുല നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്നതിനെ നമുക്ക് 3m അല്ലെങ്കിൽ 3m + 1 ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ടേംസിൽ നിന്നും 3നെ വെളിയിലെടുത്തിട്ട് 3q² + 2q + 1 എന്നിവിടെ എഴുതിയത്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ m എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 3m + 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് വാല്യൂ 3q + 1നെ സ്ക്വയർ ചെയ്തപ്പോഴും നമുക്ക്
3m പ്ലസ് 1 ഫോം തന്നെ കിട്ടി. ഇനി തേർഡ് വാല്യൂ, അതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 3q ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ ഇതും 9q സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2c 6 ഇൻറ്റു 2 12q പ്ലസ് 4 എന്ന് കിട്ടും. ഇവിടെ 4നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. 12q പ്ലസ് ഈ 4നെ, കാരണം 4ൽ നമുക്ക് 3 ഒരു രീതിയിലും പുറത്തെടുക്കാൻ പറ്റത്തില്ല, പ്ലസ് 1 ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് 4നെ നമുക്ക് 3 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 3 ടേംസിലും 3 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പുറത്തെടുക്കുകയാണെങ്കിൽ, കോമൺ ആയിട്ട് വെളിയിലെടുക്കുകയാണെങ്കിൽ അകത്ത് 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1, പിന്നെ ഈ പ്ലസ് 1നെ അതുപോലെ നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ ഈ ഇത്രയും വാല്യൂസിനെ നമ്മൾ m എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 3m പ്ലസ് 1 ഫോമിൽ കിട്ടും. വെയർ m ഈസ് ഈക്വൽ ടു 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 3m കിട്ടി, രണ്ടാമത്തെ വാല്യൂ സ്ക്വയർ ചെയ്തപ്പോൾ 3m പ്ലസ് 1 കിട്ടി, മൂന്നാമത്തെ വാല്യൂ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 3m പ്ലസ് 1 ഫോമിൽ വീണ്ടും കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം that the square of any positive integer is of the form 3m plus 1. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് ബിയിൽ നമുക്ക് 3 എടുത്തിട്ട് അതിൻ്റെ 3 പോസിബിൾ വാല്യൂസ് എടുത്തിട്ട് ആ 3 വാല്യൂസിനെ സെപ്പറേറ്റ് സ്ക്വയർ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് കോമൺ ആയിട്ട് 3 ഉണ്ടെങ്കിൽ ആ 3യെ വെളിയിലെടുത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് 3m പ്ലസ് 1 ഫോമിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്രോബ്ലം ആണ് യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 9m പ്ലസ് 1 ഓർ 9m പ്ലസ് 8. അപ്പോൾ ഇതുവരെയുള്ള നമ്മളെ എല്ലാ പ്രോബ്ലംസിലും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 3m ആണെങ്കിൽ നമ്മൾ b3 എടുക്കും, 2m ആണെങ്കിൽ 2 എടുക്കും, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മൾ 9m പ്ലസ് 1 9m പ്ലസ് 8 ആണെങ്കിലും നമ്മൾ b ഒരിക്കലും 9 എടുക്കത്തില്ല. 9 എടുക്കുകയാണെങ്കിൽ നമുക്ക് 6ൻ്റെ വാല്യൂ അറിയാം, 0 1 2 3 4 അങ്ങനെ 8 വരെയുള്ള വാല്യൂസ് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്ക് ക്യൂബാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും 0 1 2 3 4 5 8 വരെയുള്ള എല്ലാ വാല്യൂസിൻ്റെയും ക്യൂബ് എടുക്കുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം ഒരുപാട് ലെങ്തി ആവുകയും ചെയ്യും, പിന്നെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡും ആവും. അപ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ അത് പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ b3 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ b3 എടുക്കുമ്പോൾ നമുക്കറിയാം യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് 3q പ്ലസ് r ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ 3. അപ്പോൾ rൻ്റെ പോസിബിൾ വാല്യൂസ് 0 1 ഓർ 2. അപ്പോൾ അതനുസരിച്ചിട്ട് എയുടെ പോസിബിൾ വാല്യൂസ് ആണ് 3q പ്ലസ് 1 ഓർ 3q പ്ലസ് 2. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നമ്മൾ നേരത്തെ സ്ക്വയർ ചെയ്ത പോലെ ഈ ഓരോ ഇവിടെ ക്യൂബ് ചോദിച്ചതുകൊണ്ട് ഈ ഓരോ വാല്യൂസും നമുക്ക് ക്യൂബ് ചെയ്ത് നോക്കാം. അപ്പോൾ a ക്യൂബ് ഈസ് ഈക്വൽ ടു 3q ദ ഹോൾ ക്യൂബ്. അപ്പോൾ 27 ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ 27 നമുക്ക് 9m ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ 27നെ ഈ 9m ഫോമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 27നെ നമ്മൾ 9 ഇൻറ്റു 3 എന്ന് എഴുതും. എന്നിട്ട് ഈ 3q ക്യൂബിനെ m എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ മൊത്തത്തിൽ നമുക്ക് 9m എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വാല്യൂവിൻ്റെ ക്യൂബ് നമുക്ക് 9m എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് വാല്യൂ ആയ 3q പ്ലസ് 1 അതിനെ നമുക്കൊന്ന് ക്യൂബ് ചെയ്ത് നോക്കാം. ക്യൂബ് a ക്യൂബ് 3q പ്ലസ് 1 ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ ഇത് a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഫോം അയക്കുമ്പോൾ a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു a ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു a പ്ലസ് ബി ക്യൂബ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് 3q ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3q ഇൻറ്റു 1 ഇൻറ്റു 3q പ്ലസ് 1 പ്ലസ് 1 ക്യൂബ്. അപ്പോൾ 3 ക്യൂബ് 27 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3 9 ക്യൂബ് ഇൻറ്റു 3q പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും.
നമുക്കിവിടെ 9m+1 ഫോമിലേക്കോ 9m 9m+8 ഫോമിലേക്കോ ആണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ 27 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേംസ് നമ്മൾ 9 കോമൺ ആയിട്ട് വെളിയിലെടുക്കുമ്പോൾ അകത്ത് 3³ പ്ലസ് 3q³ പ്ലസ് ഈ 9 വെളി വരുമ്പോൾ q ഇൻറ്റു 3q പ്ലസ് 1. പിന്നെ ഈ 1നെ അതുപോലെ എഴുതാം. ഈ അകത്ത് എന്താണുള്ളത് നമുക്ക് അത്ര മാറ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇത്രയും വാല്യൂസിനെ അതേപോലെ m എന്ന് കൺസിഡർ ചെയ്യും. ഇപ്പോൾ 9m+1 where m is equal to 3q³ പ്ലസ് q ഇൻറ്റു 3q പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ വാല്യൂവിൻ്റെ ക്യൂബ് നമുക്ക് 9m+1 ഫോമിൽ കിട്ടി. ഇനി മൂന്നാമത്തെ വാല്യൂ 9m+8നെ നമുക്കൊന്ന് ക്യൂബ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെയും 9m+8 അല്ല 3q പ്ലസ് 2നെ 3q പ്ലസ് 2 ദ ഹോൾ ക്യൂബ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3q ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3q ഇൻറ്റു 2 ഇൻറ്റു 3q പ്ലസ് 2 പ്ലസ് 2q ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 3q ദ ഹോൾ ക്യൂബ് 27q³ പ്ലസ് 3 ഇൻറ്റു 3 9 ഇൻറ്റു 2 18q ഇൻറ്റു 3q പ്ലസ് 2 പ്ലസ് 8 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ടേമിലും 9 നമുക്ക് കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ 9 നമ്മൾ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ അകത്ത് 3q³ പ്ലസ് ഇവിടുന്ന് 9 വെളി വരുമ്പോൾ 2q ഇൻറ്റു 3q പ്ലസ് 2 പ്ലസ് 8 എന്ന് കിട്ടും. ഇനി ഇത്രയും വാല്യൂസിനെ നമ്മൾ m എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9m+8 എന്ന് കിട്ടും. where m ഈസ് ഈക്വൽ ടു 3q³ പ്ലസ് 2q ഇൻറ്റു 3q പ്ലസ് 2. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിലും എഴുതാം. ഇവിടെ അതുപോലെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഈ a³ വാല്യൂ 9m കിട്ടി, ഈ a³ വാല്യൂ 9m+1 കിട്ടി, അതുപോലെ ഈ a³ വാല്യൂ നമുക്ക് 9m+8 കിട്ടി. അപ്പോൾ ഈ 3 വാല്യൂസ് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റൻ അനുസരിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 9m 9m+1 ഓർ 9m+8. ഇതുപോലെ നമ്മൾ ബി വാല്യൂ എടുത്ത് എയുടെ ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ ക്യൂബൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 9m 9m+1 9m+8 ആ ഫോമിലേക്ക് വരാൻ പറ്റും. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഇങ്ങനെ ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രോബ്ലംസും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും ഇതുപോലെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.